ആളുകൾ പറയണ കേട്ടു വലിയ അഭ്യാസമൊക്കെ ആയിരുന്നു. എന്തോന്ന് ഇത്ര വലിയ അഭ്യാസം? ഞാനും പണ്ട് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അത് ചേട്ടന്റെ ശരീരം കണ്ടപ്പോഴേ എനിക്ക് തോന്നി. തോന്നിയല്ല, തോന്നും. ഒരു അഭ്യാസിക്ക് മാത്രമേ മറ്റൊരു അഭ്യാസിയെ കണ്ടാ മനസ്സിലാവൂ. ഒരു കള്ളുകൂടിയന് മാത്രമേ മറ്റൊരു കള്ളുകൂടിയനെ കണ്ടാ മനസ്സിലാവൂ. ബ്രഹ്മവിലാസം സർക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ഞാനൊരു 10 വർഷം മുട്ട ചേർന്നു ഒരു 2-3 മുട്ടായി കൊണ്ടുപോവാ. 5-6 കൊണ്ടുവരാം. 5-6 എന്തൊരു തീറ്റയും കുടിയോ ഇത്. ഇതെന്തോ തീറ്റ. ഞാൻ പണ്ട് ബ്രഹ്മവിലാസം ഹോട്ടലിൽ ആണിയെ വിഴുങ്ങി ഒന്ന് മിണ്ടായിരിക്കണുണ്ടോ? ചേട്ടാ, അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഭർത്താവ് ഭാര്യ അടുത്ത് വളരെ ഡീസന്റ് ആയിട്ടേ പെരുമാറാവൂ. അതുപോലെ ഭാര്യ ഭർത്താവിന്റെ അടുത്തും ഡീസന്റ് ആയിട്ടേ പെരുമാറാവൂ. റോങ് ആയിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും. ചേച്ചിക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ലല്ലോ. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതെന്റെ ഒരു നിർബന്ധമാ. ശങ്കുവിന്റെ ചെറിയൊരു നിർബന്ധം. എല്ലാരും സന്തോഷമായിരിക്കണം. ചേച്ചി ചേട്ടന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. ചേട്ടൻ ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. കൃഷ്ണമണി നമുക്ക് എന്താ വേണ്ട? നമുക്ക് മണ്ണ് അല്ല മൂക്ക് മണ്ണി മുട്ടുന്നിടം വരെ കുടിക്കണം. വയറ് പൊട്ടുന്നിടം വരെ വല്ലതും കഴിക്കണം. മരിക്കുന്ന പോലെ കിടന്ന് ഉറങ്ങണം. ചേട്ടൻ ഉറങ്ങിക്കോ? ചേട്ടൻ ഉറങ്ങിക്കോ? പക്ഷേ നീ പോയ ശേഷം പോയതിനു ശേഷം സുഖമായിട്ടോ ഞാൻ പോവാ. ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. റോങ് ആയിട്ടൊന്നും സംഭവിക്കാനും പാടില്ല. കേട്ടോ ചേട്ടാ? സോജാ രാജകുമാര സോജാ രാജകുമാര. ഒന്ന് വെളിച്ചത്തോട്ട് വരണം. ആ മോന്റെ ഒന്ന് കണ്ടോട്ടെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആർക്കും ഒരു പ്രശ്നവുമില്ല. വെറുതെ ഒച്ച ഉണ്ടാക്കി ആശാനെ വിളിച്ചുണർത്തി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അച്ഛൻ അറിയാമല്ലോ മൂപ്പരെ നല്ല പിള്ള. കസ്തൂരി എന്താ ഉറങ്ങാത്തെ? ഉറക്കം വരാഞ്ഞിട്ട്. എന്താ ഉറക്കം വരാത്തെ? എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട കേട്ടോ. വന്ന് വെട്ടി വിഴുങ്ങ. ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കണമെന്നുള്ള എന്റെ തലവിധിയാണല്ലോ. അതെ, ഞാൻ ഷാപ്പിൽ നിന്ന് തിന്നു. ഇന്നിന് എനിക്കൊന്നും വേണ്ട. എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം? ദുഷ്ട, ഇവിടെ നിങ്ങോട്ട് കെട്ടിയെടുത്തപ്പോ കണ്ടല്ലേ ഞാനിവിടെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കസ്തൂരി, എന്റെ കസ്തൂരി, നീ കസ്തൂരി എന്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടോ. കഷ്ടമുണ്ട്. രാത്രി മുഴുവൻ ഉറക്കം വെച്ച് കാത്തിരുന്നപ്പോ ഷാപ്പിൽ നിന്ന് തിന്നേച്ചു വന്നെ. റോങ് ആയിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെങ്കിൽ ഒരു ശകലം കഴിച്ചേക്കാം. കസ്തൂരി, എന്റെ കസ്തൂരി. അയ്യോ, ഒരു ശകലം മതി എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ സ്വാദ് ആ ഷാപ്പിലെ അഴുക്ക. രാവും പകലും ഈ സൈക്കിളിന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുന്നവനെ ഒന്ന് ശ്രദ്ധിക്കാനോ സ്നേഹമായിട്ട് 2 വാക്ക് പറയാനോ ആർക്കും നേരമില്ല. പരമനൂര് നല്ല കാലം വരും. വരും. ഉള്ള കാലം മുഴുവൻ സൈക്കിളിമേ ഇങ്ങനെ ചുറ്റി ആയുസ് പോകുന്നത് തന്നെ മിച്ചം. കാലുമടക്കി ഒരു തൊഴി എന്നാ ഉണ്ടല്ലോ, താഴെ വീഴും. വേണ്ട വേണ്ട. എങ്ങോട്ടാ? நான் காற்று வாங்க போனேன், ஒரு கவிதை வாங்கி வந்தேன், அது கேட்டு வாங்க போனேன், அந்த கண்ணு என்ன ചുമ്മാ ഇതൊക്കെ വച്ചു കേട്ടല്ലേ? എവളൊക്കെ തട്ടിപ്പ് പാർട്ടികളല്ലേ? അതെങ്ങനെ നിനക്കറിയാം? നമ്മൾ ഇതത്ര കണ്ടേക്കുന്നു.
എന്നാ പിന്നെ നീ എന്തിനാ വായി നോക്കാൻ വന്ന? ഇതൊക്കെ ഒരു രസമല്ലേ? നമ്മളെ എന്താ പേര്? അയ്യപ്പൻ. നിങ്ങളുടെ സുബ്രു. എന്തിനാ ഒളിച്ചു തന്നെ? അയ്യോ ഒളിച്ചിരുന്നല്ല, നമ്മൾ കുളിക്കാൻ വന്നപ്പോ കുട്ടി കുളിക്കുന്നുണ്ട്. അപ്പൊ ഒരു രസത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്ന് നോക്കിയെന്നേ ഉള്ളു. എന്താ പ്രശ്നം? ഒന്നുമില്ല, അല്ലല്ല, എന്തോ പ്രശ്നമുണ്ട്. അയ്യോ ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഞാൻ കുറച്ചാണ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇത് ആണുങ്ങളുടെ ഇടമാണോ പെണ്ണുങ്ങളുടെ ഇടമാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവര് പറയുന്നത് ഇത് പെണ്ണുങ്ങളുടെ ഇടമാണെന്ന്, ഞാൻ പറയുന്നത് ഇത് ആണുങ്ങളുടെ ഇടമാണെന്ന്. വേറെ ഒരു പ്രശ്നമില്ല. പോട്ടെ. അല്ലല്ലേ, റോങ് ആയിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. അത് ശങ്കുടി ചെറിയ നിർബന്ധമാ. എന്താ കാര്യം? എന്താ അയ്യപ്പൻ കാര്യം? പറഞ്ഞത് ആണ് പെൺവേഷം കെട്ടിയാണെന്ന്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരിയാണോന്ന് അറിയാൻ വെറുതെ നോക്കാൻ വന്നത്. അല്ല, അവൾ ആണായാലും പെണ്ണായാലും നിങ്ങൾ കാണിച്ചത് ആണും കയറുന്ന പണിയാണോ? അയ്യോ അല്ലല്ലേ. മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ അസ്ഥികളുടെ എണ്ണം കൂടും കേട്ടോ. പൊയ്ക്കോ, പൊയ്ക്കോ. ദേ, അയ്യോ ഞാൻ പെണ്ണാണെന്നെല്ലാം നോക്കണ. അയ്യാണ് വൃത്തിയോട് പറഞ്ഞത്. നല്ല അടി കൊടുക്കണമായിരുന്നു രണ്ടെണ്ണത്തിനും. മനസ്സിലെ ന്യായമായ ഒരു സംശയം തീർക്കാനാ അവരവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിയത്. എന്താന്ന്? സത്യത്തിൽ ആ സംശയം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നാട്ടുകാർക്ക് അത്ര സംശയം? നിന്നെ കണ്ടാലേ ഇയാണ് പെൺവേഷം കെട്ടിയതാണെന്ന് തോന്നുന്നു. എന്തോ ഒറ്റ ഇടി വെച്ചതുണ്ടല്ലോ. അടുത്ത കുടം നിങ്ങളെ അവിടെ പോയി കളിക്കാം. ശങ്കു, കുറെ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് കരുതണം. എസൻസ് കൂടി ജാസ്തിയാവാതെ നോക്കിയാൽ നന്ന. ഊര് ചുറ്റി സർക്കസ് കളിച്ച് നടക്കുന്നവർക്ക് കരുതി വെക്കാൻ ഒരു സമ്പാദ്യമേ ഉള്ളൂ, ആരോഗ്യം. അത് നശിച്ചാ അവിടെ തീർന്നു. വിക്ടോറിയ സർക്കസുകാർക്ക് നിന്നെ ഇപ്പോഴും കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങളെ ആരെയും വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. എന്നാലും നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ട ചുമതല എനിക്കില്ലേ ശങ്കു? ഒറ്റയ്ക്കൊരു ഭാവി ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. പ്രായം അതാണ്, പാറി പറന്ന് നടക്കാനേ തോന്നും. ചിറകൊടിയുന്നൊരു കാലമുണ്ട്. അന്നത്തേക്ക് 10 കാശ് സമ്പാദിച്ചു വെച്ചില്ലെങ്കിൽ ഇപ്പൊ വല്ല സർക്കസിലൊക്കെ പോയാൽ നിന്നെ കൊണ്ട് അതിന് പറ്റും. ഇല്ലെങ്കിൽ നാളെ നീയും ചിന്തിച്ചെങ്കിലോ, എടുത്തു വളർത്തിയെന്നൊരു കടപ്പാടിന്റെ പേരില് ഗോവിന്ദനാശാനും മൂക്കും വേണ്ടി നാട് തണ്ടി നടന്ന് ജീവിതം തൊലച്ചൊന്ന്. എന്റെ മോൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നു. വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. സാഹസികനായ ഈ ഒരു യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെയായി കസ്തുവിന്റെ ഓരോ പ്രവൃത്തികളും. എന്താ? എന്റെ കാര്യത്തിൽ കസ്തുവിന് യാതൊരു ശ്രദ്ധയുമില്ല. അയ്യോ മാടനമ്പുരാനെ, വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിക്കല്ല എന്റെ പൊന്നെ. എന്റെ മുത്തിന്റെ കാര്യത്തിലല്ലാതെ വേറെ ആരുടെ കാര്യത്തില എനിക്ക് ശ്രദ്ധ? വല്ല തിന്നോ? മാണിക്യ വീണയുമായ മനസ്സിന്റെ താമരപ്പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ. പിന്നെ എവിടെ ചെന്നാലും നാട്ടുകാരുടെ ഇടയില് ശങ്കുവിന്റെ പേരെന്താന്ന് അറിയാലോ, കുടിയൻ, താന്തോന്നി. അപ്പോ നാട്ടുകാര് കാണിക്കെ അവന്റെ കൂടെ ആടിപ്പാടി നടന്ന അത് കസ്തൂനും ചീത്തപ്പേര് വരുത്തും. അത് നമ്മുടെ ഭാവിയും ബാധിക്കും. പൊന്നേ എന്തോ? അയ്യോ കൈ തരിക്കുന്നു കണ്ണേ. എന്തിനാ? കരണക്കുറ്റിക്കൊന്ന് തരാൻ. നാട്ടുകാരുടെ മുമ്പിച്ച് തല്ല് വാങ്ങല്ലേ കഴുത.